കേന്ദ്രത്തിന്റെ സെൻസർഷിപ്പും ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ അസാന്നിധ്യവും അടക്കം ചർച്ചയായി 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനം. നിശാഗന്ധിയിൽ നടന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സിനിമകളെ വിലക്കിയത് വഴി മേളയിൽ അസാധാരണ പ്രതിസന്ധി സൃഷ്ടിച്ചെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റത്തിനു മുന്നിൽ മുട്ടുമടക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. IFFKയുടെ ചരിത്രത്തിലാദ്യമായി കേന്ദ്രം സിനിമകൾക്ക് വിലക്കേർപ്പെടുത്തിയ പതിപ്പായിരുന്നു ഇത്തവണത്തേത്. പ്രതിനിധികൾക്കിടയിലും വിവാദങ്ങൾ ചർച്ചയായി. IFFKയുടെ സമാപന വേദിയിൽ കേന്ദ്രത്തിന്റെ സെൻസർഷിപ്പിനെതിരെ മുഖ്യമന്ത്രി തുറന്നടിച്ചു. ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ. എന്നാൽ ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥവുമായി സിനിമയ്ക്ക് പുലബന്ധം പോലും ഇല്ലായിരുന്നു. സിനിമകൾക്ക് വിലക്കേർപ്പെടുത്തിയാൽ ഒളിച്ചോടില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. 6 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ സാധിക്കാത്തത് ഔദ്യോഗികമായ ചില നടപടിക്രമങ്ങൾ കാരണമാണെന്നും വിശദീകരണം. 6 പടങ്ങൾ എന്നിട്ടും സെൻസർ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ ഗവൺമെന്റിന്റെ നിലപാട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഒരു ഭീഷണിയുടെ മുമ്പിലും മുട്ടുമടക്കില്ല. എല്ലാ പടവും കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ കാണിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഔദ്യോഗികമായ ചില സാഹചര്യങ്ങൾ, ചില നിലപാടുകൾ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രേക്ഷകരുടെ പങ്കാളിത്തം മേളയെ ശ്രദ്ധേയമാക്കിയെന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നത് തുടരുമെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി പറഞ്ഞു. The festival was also marked by strong audience participation. A total of 13,470 delegates attended the screenings across 16 theatres. ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം ജാപ്പനീസ് ചിത്രം 2 സീസൺ 2 സ്ട്രേഞ്ചേഴ്സിന് ലഭിച്ചു. ഷാഡോ വോക്ക് സംവിധാനം ചെയ്ത സൗമിനന്ദ സഹി, തനുശ്രീ ദാസ് എന്നിവർക്കാണ് രജത ചകോരം. സ്പാനിഷ് ചിത്രം ബിഫോർ ദ ബോഡി ഒരുക്കിയ കരീന പിയാസ, ലൂസിയ ബ്രാസിലസ് എന്നിവരാണ് മികച്ച സംവിധായകർ. ഷാഡോ ബോക്സിലെ അഭിനയത്തിന് തിലോത്തമ ഷോം സ്പെഷ്യൽ ജൂറി പരാമർശത്തിനും അർഹയായി. മികച്ച സിനിമയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം സഞ്ജു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ഖിഡ്കി ഗാവ് നേടി. ഉണ്ണികൃഷ്ണൻ ആവള സംവിധാനം ചെയ്ത തന്തപ്പേരാണ് മികച്ച ജനപ്രിയ ചിത്രം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആഫ്രിക്കൻ സംവിധായകൻ അബ്ദുറഹ്മാൻ സിസക്കോയ്ക്ക് സമ്മാനിച്ചു. This award goes firstly for me to my countrymen, firstly to my continent Africa. I'm very proud to got this award. Thank you very much. Thank you. സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ സംവിധായകൻ സയ്യിദ് മിർസയെയും ചടങ്ങിൽ ആദരിച്ചു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, KN ബാലഗോപാൽ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.